ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ മടക്കാട്ടോ. മടക്ക് നല്ല പെർഫെക്റ്റ് ലെയറുകളോട് കൂടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താൽ മതി. അതിൽ 1.5 ഗ്ലാസ് അളവിൽ മൈദ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഫുഡ് കളർ ആയാലും ചേർക്കാം. ഇനി കളറൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയായിട്ട് ചേർത്തേക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ മധുരം കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ മൊത്തം 1 കപ്പ് വെള്ളമായിരുന്നു ആദ്യം എടുത്തത്. എന്നിട്ട് അത് ഫുൾ ഒഴിച്ചില്ല കേട്ടോ. ഇനി അതിൽ കുറച്ച് മിച്ചമുണ്ട്. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് ഒട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ പരത്തി കൊടുക്കാം, ഇച്ചിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഗീക്ക് പകരം ഓയിലായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, ഗീ കൂട്ടില്ലെങ്കിൽ. സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. നന്നായിട്ടൊരു 5-10 മിനിറ്റത്തേക്ക് നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കൈയൊക്കെ ഒട്ടുവാണെങ്കിൽ കുറച്ച് ഗീയോ ബട്ടറോ എന്തെങ്കിലും തേച്ചിട്ട് നമുക്ക് വീണ്ടും തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ ഇത്രയും വെള്ളം ആട്ടോ ഇനി മിച്ചമുള്ളത്. ഞാൻ ഇത് 1 കപ്പ് നിറച്ചെടുത്തിട്ട് ഇനി ഇത്രയും വെള്ളം മിച്ചമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഇടയ്ക്ക് ലെയറിൽ പറ്റി കൊടുക്കാനായിട്ട് കുറച്ച് ഫില്ലിങ് റെഡിയാക്കണം. ഫില്ലിംഗ് അല്ല, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാൽഡ എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. നെയ്യ് ഇവിടെ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നെയ്യ് എടുക്കാത്തത്. നെയ്യാണെങ്കിലായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഡാൽഡയ്ക്ക് പകരം ഓയിൽ എടുത്താൽ മതി കേട്ടോ. ഡാൽഡ ആണെങ്കിൽ കട്ട പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓയിൽ എടുത്താൽ മതി. ഓയിൽ അല്ലെങ്കിൽ ഗീ എടുക്കുക. ഗീ ആട്ടോ ഏറ്റവും ബെറ്റർ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട്, അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിരിപ്പൊടി ഇല്ലേ, അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് നമുക്കൊരു 6 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു 6 ഈക്വൽ ബോൾസ് ആയിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഓരോ ബോൾസ് ഇതിൽ നിന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കാം. കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പരത്താൻ എടുക്കുന്നത് അവിടെ കുറച്ച് അരിപ്പൊടി വിതറി കൊടുത്തിട്ട് നമുക്കൊരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പരത്തി കൊടുക്കാം. ഞാനിവിടെ ഒരു റോളറാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഈവനായിട്ട് എല്ലാ സൈഡിലേക്ക് നല്ല നൈസായിട്ട് പരത്തി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇടയ്ക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കുമ്പം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത്യാവശ്യം നീളത്തിന് നല്ല നൈസായിട്ട് നമ്മളിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കത്തൊന്നും ഇല്ല കേട്ടോ. അതുപോലെ നമുക്ക് 6 ബോൾസും പരത്തിയെടുക്കാം. ഏകദേശം ഒരേ വലുപ്പത്തിന് തന്നെ പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പരത്തിയെടുത്ത ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം, ലെയർ ആക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച് ഡാൽഡ അരിപ്പൊടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഒരു ഓയിൽ ബ്രഷ് എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. കൈ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ഓയിൽ ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ പറ്റി പിടിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഡാൽഡ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓയിലാണ് യൂസ് ചെയ്തത്. ഓയിലും അരിപ്പൊടിയും കൂടി ഈ ഡാൽഡയിലേക്ക് മിക്സ് ചെയ്തു. അപ്പോഴാട്ടോ നന്നായിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന അടുത്ത ലെയർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് അതിൻ്റെ കൂടെ ഏകദേശം ആ ഒരു ഷേപ്പിനാക്കി എടുക്കണം. ആ സൈഡൊക്കെ ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ലെയറിൻ്റെ മുകളിൽ നമ്മൾ അരിപ്പൊടിയും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഈ മിക്സ് തീർന്നു പോയെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അരിപ്പൊടി വിതറിയാലും മതിയേ. അതുപോലെ നമുക്ക് എല്ലാ ലെയറും വെച്ച് കൊടുക്കാം. എന്നിട്ട് അരിപ്പൊടി വിതറി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 5 ലെയറും വെച്ച് കൊടുത്ത ശേഷം ലാസ്റ്റത്തെ ലെയറിൽ നമ്മൾ ഇച്ചിരി അധികം അരിപ്പൊടി വിതറണം. ഇനി നമുക്ക് ഇതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് എല്ലാ ലെയറും കൂട്ടി ചുരുട്ടിയെടുക്കണം. വിട്ടുപോകുന്നത് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് വേണം ഇത് ചുരുട്ടിയെടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ട് ചുരുട്ടിയെടുക്കണം. അപ്പോൾ അത് നല്ല റോളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കണം, സൈഡൊക്കെ ഒട്ടാനായിട്ടാട്ടോ. ഒരുപാട് അമർത്തി പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കണം. സൈഡിൽ ഇനി ഒട്ടിയില്ലെങ്കിൽ കുറച്ച് വെള്ളം തൂത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് വിട്ടു വരും.
ഇനി നമുക്കിത് ഈക്വൽ സൈസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നീളത്തിൽ വെച്ചിട്ട് കത്തിയിലൊരു ഓയിലോ അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ വിതറിയിട്ട് നമുക്കിത് ഒരു ഈക്വൽ സൈസിൽ അത്യാവശ്യം ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എനിക്കിനി ചെറിയ മടക്ക വേണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരെണ്ണം മുറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം കുറേ ലെയറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12-14 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കണം. ഇത് രണ്ട് സൈഡിലെയും നമ്മുടെ ആ ലെയറുകൾ കാണുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നടുക്ക് വെച്ചിട്ട് പരത്തി കൊടുക്കണം. ഇത് പരത്തുമ്പോൾ ഒത്തിരി കട്ടിക്ക് പരത്തല്ല, കാരണം ആ ലെയറൊക്കെ വിട്ടു പോകും. എന്നാലും ഇച്ചിരി അമർത്തി പ്രസ് ചെയ്താലൊന്നും ലെയർ പോകത്തില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ റോളും നമുക്കൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മടക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വേവുള്ളൂ. കുറച്ചധികം എണ്ണ വേണം. ഇനി നമുക്ക് ഇതിൽ നല്ല എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഓരോ മടക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഒരു 5-10 മിനിറ്റത്തേക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീ അധികം കൂട്ടിയിടല്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് പുറം ഭാഗം മാത്രം കളർ മാറും, അകത്തൊന്നും വെന്തിട്ടുണ്ടാവില്ല. അതുപോലെ അകം ക്രിസ്പി ആവത്തില്ല. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ നമ്മുടെ കുക്കായി വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഓയിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കണം. മുങ്ങിക്കിടക്കണം നന്നായിട്ട്, ഫുൾ ലെയർ നമുക്ക് മുങ്ങിക്കിടക്കണം, എന്നാലാട്ടോ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം അടക്കം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫുഡ് കളറൊക്കെ ചേർക്കുവായിരുന്നെങ്കിൽ നല്ല രസമായിട്ടുള്ള കളർ, കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കളർ കിട്ടിയേനെ. ഇപ്പം നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തുകൊണ്ടാട്ടോ ഈ ഒരു കളർ വന്നത്. നല്ല പെർഫെക്റ്റായിട്ട് ലെയറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സിറപ്പിൽ മുക്കിയെടുക്കണം. നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പഞ്ചസാരയിൽ കോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ കിട്ടുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു നൂൽ പരുവാകുന്ന കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ 3 എണ്ണം സിറപ്പിൽ മുക്കാതെ വെക്കുന്നുണ്ട്, കാരണം അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അത് സിറപ്പിൽ മുക്കാതെ, സിറപ്പ് എന്ന് പറയുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞാലാണ് അങ്ങനെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 3-4 എണ്ണം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ലെയറിലും മുകളിലും എല്ലാം നമുക്ക് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ദിവസമൊക്കെ ഇരുന്നാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കും പോലെ ആ വെള്ള കളറായിട്ട് ഷുഗർ സിറപ്പ് കട്ട പിടിച്ച് കിട്ടും. അല്ല നമുക്കിപ്പോൾ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെയായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.